എൻ്റെ അച്ഛൻ്റെ GPS-ഉം എൻ്റെ GPS-ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, എന്താണെന്ന് പറയാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു റിലേറ്റീവ് മരണപ്പെട്ടു. അപ്പോൾ മരണ വീട്ടിൽ പോകണം, ചടങ്ങിന് പോകണം. അത് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലല്ല, ഇപ്പോൾ ആ മുമ്മ താമസിച്ചിരുന്നത് മകളുടെ കൂടെയാണ്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ എനിക്ക് വഴി അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനെ കൂടെ കൂട്ടിയിട്ടാണ് പോകേണ്ടത്. ഞാൻ അച്ഛൻ്റെ അടുത്തെത്തി. അപ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരെ വെയിറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ ഞാൻ കുറേ പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ചിലർ ഫോൺ എടുത്തില്ല, ചിലർ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്ന് ഇതിനിടയിൽ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. കുറേ നേരം ശ്രദ്ധിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു, അല്ല വഴി പിടിയില്ല. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അച്ഛന് വഴി അറിയാം. വണ്ടി എടുക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ ചോദിച്ചു, എനിക്ക് സ്ഥലം അറിയില്ല, എങ്ങോട്ടേക്ക് പോകണമെന്ന് പിന്നെയും പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നിനക്ക് പഴയ വീട് അറിയാമോ? പഴയ വീട് അറിയാം. എന്നാൽ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പഴയ വീടിൻ്റെ അടുത്ത് എവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നേരെ പഴയ വീട് അറിയാൻ ഞാൻ നേരെ ആ പഴയ സ്ഥലത്തേക്ക് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലൊക്കേഷൻ ഏകദേശം എത്താറായപ്പോൾ അച്ഛൻ പറഞ്ഞു വണ്ടി സൈഡിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി സൈഡിലേക്ക് ആക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഡോർ തുറക്കുന്നു, ഇറങ്ങിപ്പോന്നു. അവിടെ ഒരു കടയിൽ പോയിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ മരിച്ച ആ സ്ത്രീയുണ്ട്, അവരുടെ വീട് എവിടെയാണ്? ആ കടയിലുണ്ടായിരുന്ന ആൾ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തു. അച്ഛൻ തിരിച്ച് വണ്ടി കയറിയിട്ട് ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ അവസാന സ്ഥലത്തെത്തി. അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞു തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇന്ന് ഒരു ചായ കുടിക്കണം, നീ എവിടെയെങ്കിലും ഒന്ന് ഒരു ചെറിയ കട കാണുമ്പോൾ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചായക്കടയുടെ അടുത്ത് പോയി നിർത്തി. അച്ഛൻ ചായ കുടിച്ചു, ഞാനൊരു കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ റോഡിലേക്ക് നോക്കി കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്തേക്ക് നോക്കാതെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഈ ഫോണിൽ നോക്കി കാര്യങ്ങൾ ചോദിക്കാതെ ആൾക്കാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അത് എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്, പക്ഷേ അച്ഛൻ്റെ GPS ഡിഫറൻ്റ് ആണ്. ഗോ ടു പീപ്പിൾ ആൻഡ് സ്പീക്ക്. നമ്മളെവിടെ മിസ്സായ ഒരു കാര്യമാണ് ഇമോഷണൽ കണക്ഷൻസും ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ. നമ്മളിപ്പോഴും പലപ്പോഴും സംസാരിക്കുന്നത് സ്ട്രേഞ്ചേഴ്സുമായിട്ടാണ്, അറിയാത്ത ആൾക്കാരുമായിട്ടാണ്, അല്ലെ അറിയാത്ത ആൾക്കാർ വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും പുറത്തിറങ്ങി ആൾക്കാരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളത് ചെയ്യുക. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പുസ്തകത്തിൽ ഒരു കോഴ്സിലും അല്ല, അത് പീപ്പിളാണ്.